ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ഇംഗ്ലണ്ടിലെ ബിംഗം എന്ന സ്ഥലത്ത് നിന്ന് നോട്ടിംഗ്ഹാം സിറ്റി സെൻറ്ററിലേക്കുള്ള ഒരു ബസ് യാത്ര ആണ്. അതിൽ ഇരുവശങ്ങളിലുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബസ്സിനുള്ളിലാണ് ഇപ്പോൾ ബസ് യാത്ര മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഇവിടുത്തെ വീടുകളാണ്. ആ വീടുകൾ സാധാരണ വീടിൻ്റെ ഷേപ്പ് ഇതുപോലെ ആയിരിക്കും. പുറമേ ഇങ്ങനെയാണെങ്കിലും വീടിന് അകമൊക്കെ ഭയങ്കര സൗകര്യമുള്ളതായിരിക്കും. മിക്ക വീടുകളും അറ്റാച്ച് ചെയ്തിരിക്കും. 3-4 വീടുകൾ ചേർന്നുള്ള വീടുകളായിരിക്കും. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളുകൾ കയറി. ഡ്രൈവർ മാത്രമേ കാണത്തുള്ളൂ. ടിക്കറ്റ് പൈസ ടിക്കറ്റ് ഇല്ല. നമ്മൾ കാർഡ്, ബാങ്ക് കാർഡോ അല്ലെങ്കിൽ ഓയിസ്റ്റർ കാർഡ് കൊണ്ട് ടാപ്പ് ചെയ്താൽ മതി. യാത്രയൊക്കെ വളരെ സുഖമാണ്. ബസ് യാത്രയിലൊക്കെ അവർ വളരെ കെയറിങ് ആണ്. പ്രായമുള്ളവരൊക്കെ കയറിയാൽ ബസ് അവർ നല്ലതുപോലെ ഇരുന്നതിന് ശേഷമേ ബസ് എടുക്കത്തുള്ളൂ. ഇതിൻ്റെ റോഡിൻ്റെ ഇരുവശവും തണൽ വൃക്ഷങ്ങൾ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളുകൾ കയറി. ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ കണ്ടാൽ നമ്മൾ കേരളത്തിൽ വെളിയിലൊക്കെ പോകുമ്പം കാണുന്ന പോലെ തന്നെ ഇവിടെ സിറ്റി വിട്ട് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള പച്ച മരങ്ങളും മറ്റ് പുൽത്തകടികളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മുടെ തണുപ്പ് ഏറെക്കുറെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരിയൊക്കെ ഇവിടെ തണുപ്പിൻ്റെ പീക്ക് ആണ്. ഇപ്പം ബസ് ഒരു റൗണ്ട് അബൌട്ടിന് സമീപത്തെത്തി. ബസ് അവിടെ നിർത്തും. വലത് സൈഡിൽ നിന്ന് ബസ് വണ്ടികളെല്ലാം വരുന്നെങ്കിൽ അവരൊക്കെയാണ് പ്രയോറിറ്റി. ട്രാഫിക് നിയമങ്ങളൊക്കെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കത്തുള്ളൂ. നിയമം തെറ്റിച്ച അപ്പോഴേ അവർക്ക് ഫൈൻ അടിക്കും, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ വലിയ മിസ്റ്റേക്കുകളൊക്കെ കാണിച്ചാൽ ലൈസൻസ് വരെ ക്യാൻസലായി പോകുന്നുണ്ട്. അപകടങ്ങൾ തുലോം കുറവാണ് UK-യിൽ. ലൈസൻസ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ അതിൻ്റേതായിട്ടുള്ള റെക്കമെൻഡും കാര്യങ്ങളൊന്നുമില്ല. നല്ല അതുപോലെ വണ്ടി ഓടിക്കുന്നവർക്ക് എൻ്റെ ലൈസൻസ് ഇവിടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പലരും പല പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് ഇതിന് പഠിക്കുന്നതിനും പൈസ തോനെ വേണം. ഓരോ ലെസൺ ഒരു മണിക്കൂറൊക്കെ പഠിക്കുന്നതിന് 40-50 പൗണ്ട് കൊടുക്കണം. 100 കണക്കിന് ലെസൺസ് എടുത്തെങ്കിലേ ചിലർ പാസ്സാകത്തുള്ളൂ. അടുത്ത ഒരു റൗണ്ട് അബൌട്ടിനോട് അപ്രോച്ച് ചെയ്യുകയാണ്. ഏകദേശം ഇംഗ്ലണ്ടിനെ കുറിച്ചുള്ള ഒരു ഭൂപ്രകൃതിയും കാര്യങ്ങളുമൊക്കെ ഞാൻ എൻ്റെ തുടർന്നുള്ള വീഡിയോകളിൽ ഞാനത് ചിത്രീകരിക്കുന്നതായിരിക്കും, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സോഫാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇംഗ്ലണ്ടിൽ വന്ന് കാഴ്ചകൾ
കാണാൻ പറ്റിയില്ലെങ്കിലും ഈ വീഡിയോയിൽ കൂടെയൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ബസ് സ്റ്റോപ്പ് എടുത്തില്ലാത്തതുകൊണ്ട് സ്പീഡിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സ്ഥലങ്ങളിലും വളരെ പുൽപ്രദേശങ്ങളും കുറച്ച് പച്ചപ്പും വൃക്ഷങ്ങളുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. നാട്ടിലാണൊക്കെ പോലെ വണ്ടികൾ ഇവിടെ നിന്ന് ഹോണടി ആ ഒരു ഹോണിൻ്റെ നോയ്സ് കാണാതില്ല. അത് എനിക്ക് തോന്നുന്നു വിദേശത്ത് പോയ എല്ലാ രാജ്യത്തും അതുപോലെ എല്ലാം സിഗ്നൽസാണ്. വളരെ എമർജൻസിയിൽ മാത്രമേ അവർ ഹോൺ ചെയ്യത്തുള്ളൂ. അത് ചെയ്യുന്നതും അനാവശ്യമായിട്ട് ഹോണടിച്ച് ചെയ്യുന്നത് ഇവിടെ അവർക്ക് വാർണിംഗ് കിട്ടും. എന്തെങ്കിലും എമർജൻസി ആരെങ്കിലും എടുത്ത് ചാടുക അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ ഹോൺ പ്രസ് ചെയ്യാവും. ദൂരെ കാണുന്നതൊക്കെ കുറേ പുതിയ ബിൽറ്റ് ചെയ്ത ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഈ നോട്ടിംഗ്ഹാമിൽ ബിംഗം അവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇപ്പം പുതിയ വീടുകളൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പം ലണ്ടനിൽ നിന്നൊക്കെ കുറച്ച് കൂടെ മാറി താമസിക്കുന്നവർ ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ കുറച്ച് കമ്പാരിറ്റീവ്ലി ഹൗസ് പ്രൈസസ് ലണ്ടനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറവായിരിക്കും. പിന്നെ വീട്ടിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല എവിടെയായിരുന്നാലും. അതുകൊണ്ട് ഒത്തിരി IT ഫീൽഡും മറ്റുള്ള വർക്കിംഗ് ഫ്രം ഹോമും ഒക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലോട്ടൊക്കെ വില കുറഞ്ഞ ഏരിയയിലോട്ട് വീടുകൾ മേടിച്ച് മാറിയിട്ടുണ്ട്. അതൊക്കെ വീടുകളാണ്, ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. ഇവിടുത്തെ എതിർവശത്ത് എല്ലാം ഹൗസസാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. 2 റൂമും 3 റൂമും 4 റൂമും 5 റൂമൊക്കെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള വലിപ്പത്തിലുള്ള വീടുകളായിരിക്കും. ട്രാഫിക്കിൽ റെഡ് സിഗ്നലാണ്, അത് ബസ് അവിടെ നിർത്തിയിരിക്കുകയാണ്. അതാണ് സെയിം. ബസ് മൂവായി തുടങ്ങി. എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെറിയൊരു പാർക്കാണ്. അതിനോട് ചേർന്ന് ചില വീടുകളൊക്കെ കാണാം.
വീടുകളാണ്, അത് ആളുകളുടെ ഹൗസസാണ്. അവിടെ എന്തോ റോഡിനടിയിലുള്ള ഏതാ പൈപ്പിൻ്റെ വർക്ക് നടക്കുകയാണ്, കേബിളിൻ്റെ എങ്ങാണ്ട്. അതിനാണ് അവിടെ റെഡ് അത് വെച്ചിരിക്കുന്നത്. മറുവശത്ത് വീടുകൾ, ട്രീസ്, തണൽ വൃക്ഷങ്ങൾ എല്ലാം ഉണ്ട്. വളരെ മനോഹരമാണ്. റോഡ് സൈഡൊക്കെ അവരെപ്പോഴും വളരെ അതൊക്കെ വീടുകളാണ്, ആളുകളൊക്കെ താമസിക്കുന്ന വീടും. മരം അത് ഇലകൾ കാണുന്ന തണുപ്പായതുകൊണ്ട് ഈ ഇലയൊക്കെ പൊഴിയുന്ന ഒരു സീസണാണ്. ഡിസംബർ, ജനുവരി, നവംബറിലൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യും. മോസ്റ്റ്ലി ഇവിടെ വെള്ളക്കാരാണ് കൂടുതലും ഉള്ളത് ഏരിയയിൽ. ബസ്സിൽ ഇപ്പം പ്രായമുള്ളവരാണ് കൂടുതലും കയറിയത്. ഇവർ ഒരു മോർണിംഗൊക്കെ ആകുമ്പോൾ സിറ്റി സെൻറ്ററിലൊക്കെ ചുമ്മാ ഒക്കെ പോയി അവിടെ കഫേയിലൊക്കെ പോയി കുടിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ ഈസ് ഡിഫറെൻ്റാണ്. വീടുകളാണ് അതൊക്കെ. റോഡ് സൈഡിലുള്ള ചില കടകൾ, ആളുകളുടെ താമസിക്കുന്ന വീടുകളാണ് അതൊക്കെ. അതൊരു ജസ്റ്റ് ഫോർ പെറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഈ പെറ്റ്സുകൾക്കുള്ള പട്ടി, പൂച്ച അങ്ങനെയൊക്കെയുള്ള അതിനുള്ള ഭക്ഷണങ്ങളും അതൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. വിവിധതരം കടകൾ, കാഫേ ഉണ്ട്, കോഫികളൊക്കെ കുടിക്കാൻ ആളുകൾ വരുന്നു. അത് ലെഫ്റ്റ് സൈഡിലൊരു ഷോപ്പാണ്. അത് കര ബിൽഡിങ്ങുകൾ. ബസ് അടുത്ത സ്റ്റോപ്പിൽ നിർത്തി ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരിപ്പം ബസ്സിൽ ഉള്ളിൽ കയറി. ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരു ഡിസേബിൾഡ് മാൻ അവരുടെ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതിന് അവരൊക്കെയുള്ള ഡിസേബിൾഡ് പീപ്പിളിനുള്ള ഫുട്പാത്തുണ്ട്. അവരൊക്കെ ഓടിച്ചു പോകാനുള്ള റോഡൊക്കെ ആ രീതിയിലൊക്കെ തിട്ടകളൊക്കെ സ്ലോപ്പാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഓഫീസുകളിലും അവരൊക്കെ പരസഹായമില്ലാതെ വണ്ടി ഓടിച്ചങ്ങകത്ത് കയറി പോവാം. ഇത് ഒരു ഓപ്പോസിറ്റ് കാണുന്ന ഒരു കുറച്ച് ബിൽഡിങ്ങും മനോഹരമായിട്ടുള്ള കുറച്ച് മരങ്ങളുമൊക്കെ കാണാം, ട്രീയൊക്കെ ട്രിം ചെയ്ത്. അതിന് ഉള്ളിൽ കാണുന്നതും ആളുകളുടെ വീടുകളാണ്. പട്ടിയും കൊണ്ട് വാക്കിങ്ങിന് പോവുകയാണ്. ഇവിടെ മിക്ക ആളുകൾക്കും പെറ്റ്സുകൾ കാണും, പൂച്ചയോ പട്ടിയോ ഒന്ന് കാണും. അവർ നല്ല രീതിയിൽ അതിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യും. ഹൗസസാണ് ആളുകളുടെ. അത്
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബിങ്കത്തിലോട്ട് പോയ ബസ്സാണിത്. ഈ ബസ് ബിങ്കത്തിൽ നിന്നും നോട്ടിംഗ്ഹാം സിറ്റി സെൻറ്ററിലേക്ക് പോകണം, ടൗൺ സെൻറ്റർ. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം അവർ ഈ ചെറിയ ചെറിയ തണൽ വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കുകയും അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. നല്ലപോലെ ട്രിം ചെയ്ത് ഓപ്പോസിറ്റ് സൈഡ് എല്ലാം ആളുകൾ താമസിക്കുന്ന വീടുകളാണ് ആ കാണുന്ന ഇഷ്ടിക വെച്ച് കെട്ടിയിരിക്കുന്നത്. മിക്ക വീടുകൾക്ക് സമീപത്തായിട്ട് ഒരു ചെറിയൊരു പാർക്ക് കാണാം. അവരൊക്കെ വരുന്നവരൊക്കെ കളിക്കുന്നതിനും റിലാക്സ് ചെയ്യുന്നതിനുള്ള. അത് സിഗ്നലിൽ വണ്ടി നിൽക്കുകയാണ്. അത് ടെമ്പററി ട്രാഫിക് അങ്ങോട്ട് വിത്തിരിക്കുന്നു, റോഡ് വർക്ക്സ് അങ്ങോട്ട് നടക്കുന്നു അങ്ങോട്ട്. ഓപ്പോസിറ്റ് കാണുന്ന എല്ലാ വീടുകളാണ്, ആളുകളുടെ താമസിക്കുന്ന കെട്ടിടങ്ങളാണ് കാണുന്നതൊക്കെ. റോഡ് ആ ഏരിയയിൽ കുറച്ച് സ്ഥലത്ത് പൈപ്പിൻ്റെ അങ്ങോട്ട് വർക്ക് നടക്കുന്നത്. അതാണ് ആ ഒരു ലൈൻ ക്ലോസ് ചെയ്തിരുന്നത്. സിഗ്നൽ, റെഡ് സിഗ്നൽ, വണ്ടി സ്റ്റോപ്പ്. ഇപ്പം ഗ്രീൻ ആയിട്ടുണ്ട്, വണ്ടി മൂവ് ചെയ്തു. മോസ്റ്റ്ലി ആ വെള്ളക്കാർ ആണ് ആ ബസ്സിനകത്തുള്ളത്. അല്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്ന ബസ്സിന് ഉള്ളിൽ ഇപ്പോൾ ഇരിക്കുന്നത്.
ഒരു റോഡിനും ആനുപാതികമായ സ്പീഡുണ്ട്. ആ സ്പീഡ് പോകാൻ പറ്റത്തുള്ളൂ. 3-4 ലൈനുകളുള്ള റോഡാണെങ്കിൽ സ്ലോ മൂവിങ് ആയിട്ടുള്ള വെഹിക്കിൾസ് ലെഫ്റ്റ് ലൈനിൽ ഇത് പോകണം. അതുപോലെ തന്നെ റൈറ്റ് ലൈനിൽ കയറി അവർ സെയിം തന്നെ. അതുകൊണ്ടൊക്കെ സെൻറ്ററിനോട് അടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ മറുവശത്തൊക്കെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഷൂ റിപ്പയറിങ് ഷോപ്പായിരുന്നു കണ്ടത്. പ്രായമായ വെള്ളക്കാരൊക്കെ ഇപ്പം മോർണിംഗിലൊക്കെ വന്ന് കഫേ കാണാം. അവർ ഈ ഔട്ട് സൈഡിലൊക്കെ ചെയർസും ടേബിളും ഒക്കെ ഇട്ടിരിക്കും. അവിടെയൊക്കെ വന്നിരുന്നവർ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ പോകും. അത് അവരുടെ ഒരു റുട്ടീനാണ്. ഹാലിഫാക്സ് അവിടുത്തെ ഒരു ബാങ്കാണ്. ഒരു കൊച്ചു പാർക്കാണ്. ഒരു അവിടെയൊക്കെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആളുകളൊക്കെ കുറച്ച് ചിലപ്പം വന്ന് പ്രകൃതി ആസ്വദിക്കാനൊക്കെ വരും. പാർക്കിൻ്റെ സമീപത്തുള്ള ബെഞ്ചുകളിലൊക്കെ വന്ന് കുറേ നേരമൊക്കെ ഇരിക്കും. ഒരു കാർ പാർക്കാണ് ഓപ്പോസിറ്റ് കാണുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം. ബസ് സ്റ്റോപ്പ് അത് പാർക്കിൻ്റെ ഒരു ഭാഗമാണ്. അതിനകത്തൊക്കെ കുട്ടികളൊക്കെ കളിക്കുന്നതിനുള്ള ചില ഊഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള സ്ലൈഡൊക്കെ ഉണ്ട്. 2 വീക്സ് UK ഇപ്പോൾ സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് പേരൻസ് കുട്ടികളുമായിട്ട് പാർക്കിലൊക്കെ വരും കളിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി. പാർക്ക് അതൊക്കെ വീടുകളാണ്. വീടുകൾ അത് അവിടെ ഒരു നോട്ടിംഗ്ഹാം ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു ഭാഗമാണ്. ഒരു സ്റ്റേഡിയം ഉണ്ട്. അവരുടെ ഒരു UK ഇവിടുത്തെ ഒരു വലിയ ക്ലബ്ബാണ്, ഫുട്ബോൾ ക്ലബ്ബാണ്. അതിൻ്റെ അവരുടെ ഓൺ സ്റ്റേഡിയം അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത്. അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബസ്സിലിരിക്കുന്നുണ്ട്. അത്രയും വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. റെഡ് സിഗ്നൽ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ലണ്ടനിലെ ഇത്തരം കാഴ്ചകൾ ഞാൻ പിന്നീടുമുള്ള വീഡിയോകളിൽ കൂടെ ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗത്തുമുള്ള പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തി എൻ്റെ ചാനലിൽ കൂടെ ഞാനത് ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ലണ്ടൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ കാണാനുള്ളൊരു അവസരം കിട്ടുന്നതായിരിക്കും. കുറച്ച് 2-3 പേര് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനായിട്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലും ചെറിയ ഒരു പാർക്കും മരങ്ങളും ലൈറ്റും ഒക്കെ ഉണ്ട് അവിടെ. ഉണ്ടോ?
ഓപ്പോസിറ്റ് സൈഡ് കർബിൽ ഒരു പോലീസിൻ്റെ കാറാണ് കയറ്റിയിട്ടിരിക്കുന്നത്. കാണുന്ന അവിടുത്തെ നോട്ടിംഗ്ഹാം ടൗൺ സെൻറ്ററിനോട് അനുബന്ധിച്ച് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങാണ്. അത് നോട്ടിംഗ്ഹാം ടൗൺ സെൻറ്ററിന് സമീപത്തുള്ള പ്രധാനപ്പെട്ട കുറേ ബിൽഡിങ്ങുകളാണ്. ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് കണ്ട് അത് ഹൈഡ്രജൻ നിറച്ച ഒരു ബലൂണാണ്. ഇൻഡസ്ട്രി ബാറ്. ടൗൺ സെൻറ്ററിനോട് സമീപത്ത് എത്താറായി. അതിൻ്റെ ഓപ്പോസിറ്റ് കാറ് പാർക്കാണ്. യെല്ലോ റൈറ്റിങ്സ് അത് ഒരു കാർ പാർക്കാണ്. NCP എന്ന്, നാഷണൽ കാർ പാർക്ക്. സിറ്റിയിലൊക്കെ വരുന്നവർക്ക് അതിനകത്ത് അവരുടെ കാറുകൾ പാർക്ക് ചെയ്യുക. അതിന് ചാർജുണ്ട്. കാർ പാർക്കിൻ്റെ ഒരു വശമാണ് കണ്ടത്. ഈ നോട്ടിംഗ്ഹാം സിറ്റി സെൻറ്ററിൽ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു തിരക്ക് പിടിച്ച പ്രദേശമാണ്. അവിടെ എല്ലാ പ്രധാനപ്പെട്ട ബ്രാൻഡ് ഷോപ്പുകളും മറ്റ് എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളുള്ള ഒരു സിറ്റി സെൻറ്ററാണ്. അപ്പം ഇതിൻ്റെ ടെർമിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ബസ് തീരുന്ന സ്റ്റോപ്പായി ആളുകളെല്ലാം ബസ്സിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ ഇത് ടൗൺ സെൻറ്ററാണ്. അവിടം വരെ ഈ ബസ് സർവീസുള്ള ആളുകളെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇതാണ് അതിൻ്റെ ടൗൺ സെൻറ്ററിൻ്റെ ആ ഒരു പിൻഭാഗമാണ് നമ്മൾ കാണുന്നത്. അവിടെയൊക്കെ ആ ദൂരെ നമുക്ക് പ്രാവുകൾ എല്ലാം തറയിൽ ഇരിക്കുന്നതാണ്. ഈ ആളുകളൊക്കെ ബ്രെഡിൻ്റെ പീസും അതും ഇതൊക്കെ ഇട്ട് കൊടുക്കും. പ്രാവ് ആളുകൾ നിൽക്കുന്നതിനടുത്ത് തന്നെ നിൽക്കുക, അതിന് പേടിയൊന്നുമില്ല. ട്രാം സർവീസ് ഉണ്ട് അവിടെ നോട്ടിംഗ്ഹാം സിറ്റിയിൽ. ഒരു ട്രാം വരുന്ന അതിനടുത്ത് തന്നെ അതിൻ്റെ സ്റ്റോപ്പുണ്ട്. ഇത്രയാണ് നമ്മൾ ബിങ്കത്തിൽ നിന്ന് നോട്ടിംഗ്ഹാം സിറ്റി സെൻറ്റർ വരെയുള്ള കാഴ്ചകൾ ഇത്. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ ഇംഗ്ലണ്ടിൻ്റെ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. തീർത്തും ഞാൻ ലണ്ടൻ പ്രധാനപ്പെട്ട എല്ലാ കാഴ്ചകളും ഞാൻ ഓരോരോ വീഡിയോകളിലായിട്ട് പകർത്തി എൻ്റെ ചാനലിൽ കൂടെ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അടുത്ത ഒരു ട്രാം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകണം. യാത്ര പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കൺവീനിയൻ്റാണ്. എപ്പോഴും ഒരു 2-3 മിനിറ്റ് ഇടവിട്ട് യാത്രാ സൗകര്യങ്ങളുണ്ട്.